ട്രംപ് ഇപ്പോൾ ചെയ്യുന്നതെല്ലാം സത്യത്തിൽ ഇന്ത്യ മനസ്സിൽ ആഗ്രഹിക്കുന്നതാണോ? ഇന്ത്യയുടെ മനസ്സിലെ സ്വപ്നങ്ങളാണോ ട്രംപ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും? ഈ ചോദ്യം ഇന്ന് ചൈനക്കാര് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഏപ്രിൽ 9 ഗ്ലോബൽ ടൈംസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു മിനിസ്റ്റർ ഇപ്പോ അമേരിക്ക നിശ്ചയിച്ച തീരുവ അല്ലെങ്കിൽ താരിഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് എ ലൈഫ് ടൈം എന്നൊരു സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു എന്നും ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഭാഗമായതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണമെന്ന് പറഞ്ഞ് ചൈനയെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ഗ്ലോബൽ ടൈംസ് ആ ലേഖനം എഴുതിയത്. ആ കേന്ദ്രമന്ത്രി മറ്റാരുമല്ല, പീയൂഷ് ഗോയലാണ്. ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ. എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ചൈന US ട്രേഡ് വാർ തുറന്നിടുന്നുണ്ട് എന്നത് തന്നെയാണ്. ഇത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കാര്യമാണ്. കാരണം ചൈനയുടെ പ്രോഡക്റ്റുകൾക്ക് US താരിഫ് ചുമത്തുമ്പോൾ പകരക്കാരനായിട്ട് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് US മാർക്കറ്റിൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ നമ്മുടെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യാൻ പറ്റും. US ജനങ്ങൾ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് നികുതിയും കൂടെ വരുമ്പോൾ ഉയർന്ന വില കാരണം വാങ്ങാൻ പറ്റാതെ വരികയും പകരം താരതമ്യേന നികുതി കുറഞ്ഞ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യും. ആ സമയത്ത് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ പതിയെ ചൈനയുടെ പിടിയിലുള്ള മാർക്കറ്റ് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. ഇത് കേൾക്കുമ്പോൾ ഒരു സ്വപ്നമെന്നൊക്കെ തോന്നാം. പക്ഷേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലവിലെ തീരുമാനങ്ങൾ ഇന്ത്യയുടെ വികസിത രാജ്യമെന്ന സ്വപ്നത്തിന് ചിറകേകുന്നതാണ്. ഇത് നന്നായിട്ട് ചൈനയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബൽ ടൈംസ് വളരെ രൂക്ഷമായ ഭാഷയിൽ നമ്മുടെ കേന്ദ്രമന്ത്രിയെ വിമർശിച്ചുകൊണ്ടൊക്കെ അങ്ങനത്തെ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ചൈനയുടെ ചില നയങ്ങളെ തുറന്നു കാട്ടുക മാത്രമല്ല ചെയ്തത്, ഇന്ത്യ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണമെന്ന് ഇന്ത്യൻ കമ്പനികളോടും ലോകത്തെ കമ്പനികളോടും രാജ്യങ്ങളോടുമാണ് പറഞ്ഞത്. ഇന്ത്യയിലൂടെ ട്രേഡ് നടത്തുകയാണെങ്കിൽ ഈ കമ്പനികൾക്ക് എല്ലാം തന്നെ ലാഭമുണ്ടാക്കാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായി ചൈനയിലുള്ള പല കമ്പനികളും ഒരു വലിയ പ്ലാന്റ് വന്ന് തുടങ്ങിയില്ല എങ്കിൽ പോലും ഒരു തുടക്കമെന്ന നിലയിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നടത്തിയാൽ പോലും, ഈ ചൈനയിലുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ ചൈനീസ് കമ്പനികളല്ല കേട്ടോ, യൂറോപ്യൻ കമ്പനികൾ, ജപ്പാന്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും ഒക്കെ കമ്പനികൾക്കൊക്കെ ചൈനയിൽ പ്ലാന്റുകളുണ്ട്. അവരൊക്കെ ഇന്ത്യയിൽ കൂടി വന്നാൽ പോലും നമുക്ക് വലിയ നേട്ടമാണ്. ചൈന ഇല്ലാതായാൽ അവിടെ ഗുണം കിട്ടുന്നത് ഇന്ത്യക്കാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഇപ്പൊ ചൈനയുടെ ആ ഒരു മാനുഫാക്ചറിങ് പവർ എന്നുള്ള ആ ഒരു അവരുടെ ഒരു പദവി അവർക്ക് നഷ്ടമായാൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി പിന്നെ നമുക്കാണ്. വിയറ്റ്നാം ഉണ്ട്, തായ്ലാന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ ഒരു പോപ്പുലേഷനും ചൈനയുമായിട്ടുള്ള ഒരു സിമിലാരിറ്റിയും ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷനും ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫോറിൻ പോളിസിയും ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇന്ത്യ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന മാസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഒപ്പം നമുക്കറിയാം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ, യൂറോപ്പിലേക്ക് പോകുന്ന എക്കണോമിക് കോറിഡോർ, ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ അവസരങ്ങൾ തുറന്നിടുകയാണ്. ഇത് നന്നായിട്ട് ചൈനയ്ക്കും അറിയാം. ഡെവലപ്മെന്റിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് പറയാം. വളരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ ലോങ് ടേമിലേക്ക് ഇപ്പോൾ നിക്ഷേപിക്കാനായിട്ടൊരു അവസരം വന്നിട്ടുണ്ട്. കാനറ HSBC ലൈഫിന്റെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് NFO ആയി ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രതിമാസം ഒരു 2000 രൂപ മുതൽ നമുക്കിതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഈ മാസം 20 വരെ മാത്രമാണ് ഇതിൽ നിക്ഷേപിക്കാനായിട്ട് അവസരമുള്ളത്. ഈ ഫണ്ടിന്റെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. കാനറ HSBC ലൈഫിന്റെ മാർച്ച് 31, 2024 വരെയുള്ള സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത് 210%. നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഉൾപ്പെടെ 300ഓളം കമ്പനികളിൽ നിന്ന് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള 50 കമ്പനികളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നിഫ്റ്റി ആൽഫ 50 എന്ന ഈ ഇൻഡെക്സ് ഏകദേശം 21.2% റിട്ടേൺസ് ആണ് കഴിഞ്ഞ 10 വർഷത്തിൽ നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തിൽ 31.7% റിട്ടേൺസും നൽകി. ഈ NFOയും ഈ ഇൻഡെക്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ NFOയിൽ നിന്ന് അത്തരം റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല. 2015 ഈ ഇൻഡെക്സിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 10 വർഷം കൊണ്ട് അത് 6.8 ലക്ഷം രൂപയായിട്ട് മാറുമായിരുന്നു. വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും 1010D പ്രകാരമുള്ള ടാക്സ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും. പ്രവാസികളാണെങ്കിൽ 18,000 രൂപയൊക്കെ മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 2 കോടി വരെയുള്ള റിട്ടേൺ സാധ്യത ഇതിൽ പറയുന്നുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൈനയ്ക്ക് നഷ്ടമാകുന്ന അവസരങ്ങൾ ആദ്യം കിട്ടാൻ സാധ്യത ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ എക്കണോമി ഡൗൺ ആവുന്നതും ചൈനയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റുകൾ പിൻവലിച്ച് കമ്പനികൾ പുറത്തിറങ്ങുന്നതും അല്ലെങ്കിൽ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വിവിധ രാജ്യങ്ങൾ താരിഫ് ചുമത്തുന്നതുമൊക്കെ
ഇൻഡയറക്ട്ലി അതിന്റെ ഗുണഭോക്താവ് ആരാണ്? നമ്മളാണ്. അപ്പൊ നമ്മുടെ ഒരു സ്വപ്നം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപ് നടത്തി തരുന്നത്. അപ്പൊ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വികസിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ചെയ്യേണ്ട ഒന്ന് ചൈനയാണ്. അതൊരു പ്രകൃതി സത്യം കൂടിയാണ്, വേറെ വഴിയില്ല. ചൈന ഇങ്ങനെ ആജാനുബാഹുവായിട്ട് വേൾഡിന്റെ ഫാക്ടറി എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക? അഥവാ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ തന്നെ ചൈനയ്ക്ക് പോയതിനു ശേഷമുള്ളതല്ലേ നമുക്ക് കിട്ടൂ. ഇപ്പോ ഇന്ത്യ അമേരിക്ക ബന്ധം അത്യാവശ്യം നല്ല പോലെയാണെന്ന് കരുതുക, ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും അത്യാവശ്യം നല്ല പോലെയാണെന്ന് കരുതുക. ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ വിവിധ കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് ഏത് രാജ്യത്തെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചൂസ് ചെയ്യും? ഇന്ത്യയിലേക്ക് വരുമോ ചൈനയിലേക്ക് പോവോ? എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും ഹരിച്ചാലും ഇന്ത്യയെക്കാൾ മികച്ച രീതിയിൽ വികസിതമായ രാജ്യമാണ് ചൈന. ഇന്ത്യയെക്കാൾ അടിപൊളിയായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുണ്ട്. ഇന്ത്യയെക്കാൾ വളരെ ശക്തമായ സംവിധാനങ്ങൾ, നിയമ സംവിധാനങ്ങൾ അവിടെയുണ്ട്. സിംഗിൾ പാർട്ടിയേ ഉള്ളൂ, ആരും കൊടികുത്താൻ വരില്ല, സമരം ചെയ്യാൻ വരില്ല. രാഷ്ട്രീയമായിട്ട് അവരൊരു തീരുമാനമെടുത്താൽ അത് അന്തിമ തീരുമാനമാണ്. കോടതി പോലും അവിടെ ഒന്നും പറയാനില്ല. പ്രസിഡന്റിനാണ് മുഴുവൻ പവറും, പാർട്ടിക്കാണ് മുഴുവൻ ശക്തിയും. ആ ഒറ്റ പാർട്ടിയും പ്രസിഡന്റും വിചാരിച്ചാൽ ആ രാജ്യത്ത് എന്തും നടക്കും, പൊരിച്ച കോഴി വരെ എണീറ്റ് പറക്കും. അങ്ങനത്തെ ഒരു രാജ്യമാണ് ചൈന. അപ്പോ അവിടേക്ക് ഏതൊരു കമ്പനി പോകും, കാരണം എന്തും നടക്കും. ആ കമ്പനിയെ അവിടെ തടയാൻ ആരുമില്ല, ആ ഭരണകൂടത്തിന്റെ സപ്പോർട്ട് മാത്രം മതി. അപ്പൊ അങ്ങനത്തെ ഒരു കാലത്ത് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ? കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ നമുക്കറിയാൻ കിട്ടില്ല. എല്ലാവരും അങ്ങോട്ടേ പോകും. പിന്നെ എപ്പോഴാണ് ഇന്ത്യക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? ചൈനയിൽ ഇനി രക്ഷയില്ല എന്ന് കമ്പനികൾക്കും ലോകത്തിനും തോന്നണം. ചൈന US റിലേഷൻ മോശമാവണം. ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ഈ ട്രംപ് ഏർപ്പെടുത്തിയതുപോലെയുള്ള നികുതി ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് പുതിയ സ്ഥലങ്ങൾ തേടേണ്ടി വരും. അപ്പൊ അവരെന്ത് ചെയ്യും? ഇന്ത്യ പോലെയുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യും. കാരണം ചൈനയിൽ പ്രൊഡക്ഷൻ നടത്തിയാലും അമേരിക്കയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റില്ല, വേറെ ഒരിടത്തും കൊണ്ട് വിൽക്കാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? വേറെ വഴിയില്ലാതെയാണ് വരുന്നത്. ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ എല്ലാം കൊണ്ടും ഒരു കമ്പനിയെ നോക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ നടത്താനാണെങ്കിലും ആ മാർക്കറ്റിന്റെ വലിപ്പം കൊണ്ടാണെങ്കിലും ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് കൊണ്ടാണെങ്കിലും ഒക്കെ ബെറ്റർ ചൈനയാണ്. കാരണം അവിടെ ആരും സമരം ചെയ്യാനില്ല, പ്രതിപക്ഷവും ഇല്ല, അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലുകളില്ല, ഒന്നുമില്ല. ചൈനീസ് ഗവൺമെന്റ് എന്ത് വിചാരിച്ചാലും നടക്കും. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇപ്പൊ മോദി എന്തെങ്കിലും കൊണ്ടുവന്നാൽ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു കൊടി കൊണ്ടുവന്ന് കുത്താം. അതിപ്പോ കേരളത്തിൽ നടക്കും, ഇന്ത്യയിൽ എവിടെയും നടക്കും. ആർക്കും സമരം ചെയ്യാം, എന്തിനേയും തടയാം, ഏത് കരാറിനെയും തടയാം, ഏത് കമ്പനി വന്നാലും പ്രകൃതി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തടയാം. അങ്ങനെ പല പേര് പറഞ്ഞ് തടയാം. അപ്പോ നമുക്കറിയാലോ, കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ഉണ്ടായ ഒരു നാടാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനത്തെ ഒരു നാട്ടിൽ ഒരിക്കലും ചൈനയിൽ ഉള്ളതുപോലത്തെ ഒരു സുരക്ഷിതത്വം ഒരു കമ്പനിക്കും ഫീൽ ചെയ്യില്ല. പക്ഷെ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ലെന്ന് വന്നാൽ എന്ത് ചെയ്യും? അവർ ഇന്ത്യയിലായാലും വരാൻ നിർബന്ധിതരാകും. പിന്നെ രണ്ടാമത്തെ സാധ്യത ഇന്ത്യയുടെ വളരെ വിശാലമായ വിപണി സാധ്യതയാണ്. കാരണം ചൈനയിൽ ഓൾറെഡി ചൈനീസ് കമ്പനികൾ തന്നെ ഇപ്പോൾ വിപണിയുടെ ആ ഒരു കുത്തക കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇത് ട്രംപിന് അറിയാം. ഇപ്പൊ അമേരിക്ക ഇനി എന്തൊക്കെ ഉണ്ടാക്കിയാലും ചൈനക്കാർ വാങ്ങണ്ടേ? കാരണം ചൈനീസ് കമ്പനികൾ എല്ലാത്തിന്റെയും കോപ്പി കാറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ റോൾസ് റോയ്സ് കാറ് വേണോ, അതിന്റെ ചൈനീസ് പതിപ്പ് അവിടെ ഉണ്ട്. എന്തിന്? ടെസ്ലയുടെ തന്നെ ചൈനീസ് മോഡലുകൾ അവിടെയുണ്ട്. ചൈനീസ് ബ്രാൻഡിൽ പല പേരിൽ പല രൂപത്തിൽ അവിടെയുണ്ട്. ഏത് വേൾഡിലെ ബ്രാൻഡഡ് സാധനത്തിന്റെയും കോപ്പി അവിടെ കിട്ടും. ഏത് വേൾഡിലെ ബ്രാൻഡിനോടും സിമിലർ ആയിട്ടുള്ള മോഡലുകൾ അവിടെ കിട്ടും. അപ്പോ ആളുകൾ അത് ചൂസ് ചെയ്യും. വിലയും കുറവാണ്, അവർക്ക് കുറെ കൂടെ ഫീച്ചേഴ്സും ഈ ചൈനീസ് കമ്പനികൾ ഓഫർ ചെയ്യും. ഉദാഹരണത്തിന് ഇപ്പോ ഒരു കാറിന്റെ കാര്യം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ, റോൾസ് റോയ്സ് എന്ന് പറയുന്ന ഒരു കാറ്, ഈ ഒരു കാറ് അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി ഭയങ്കര ലക്ഷറിയാണ്. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു കാർ അവിടെ ഒരു കമ്പനി ഇറക്കിന്ന് വെക്കുക, അതിന്റെ ഒറിജിനൽ. ഇതേ കാർ തന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെറിയ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ട് ചൈന ഇറക്കും. എന്നിട്ട് ഈ യഥാർത്ഥത്തിലുള്ള റോൾസ് റോയ്സിൽ ഇല്ലാത്ത കുറെ ഫീച്ചേഴ്സും കൂടെ ഇതിനകത്ത് കൊണ്ടുവരും. അപ്പൊ സ്വാഭാവികമായിട്ടും വിലയാണെങ്കിൽ ഒറിജിനലിന്റെ പകുതിയിൽ താഴെ മാത്രമേ ഇതിന് വരുള്ളൂ. അതിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പല ഫീച്ചേഴ്സും ഇതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ ആ ഒരു കാറിൽ ചുറ്റിനും മറ്റേ LCD സ്ക്രീൻ, LED സ്ക്രീനൊക്കെ അങ്ങ് വെച്ച് കളയും. യഥാർത്ഥ റോൾസ് റോയ്സിൽ ഒരു 10, 25, 15 ഇഞ്ചിന്റെ ഒക്കെ ഒരു സ്ക്രീൻ ആണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് പറയാം കേട്ടോ, ആണെങ്കിൽ ഈ പറയുന്ന ചൈനീസ് കാറിൽ മൊത്തത്തിൽ സ്ക്രീൻ കൊണ്ടുവന്ന് നിറച്ചു വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഇവരെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വിപണിയിൽ US വലിയ സാധ്യതയില്ല, ഇവൻ ഒരു കമ്പനിക്കും വലിയ സാധ്യതയില്ല. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ വിപണി എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒക്കെ സാധ്യതയുള്ള ഒരു വിപണിയാണ്. അതേ സമയത്ത് തന്നെ ഒരു ചൈനക്കാരന് ഒരു മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ 250 രൂപ ശമ്പളം കൊടുക്കണമെങ്കിൽ ഇന്ത്യയിൽ 50 രൂപയ്ക്കും ആളെ കിട്ടും എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഇനി ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സപ്പോർട്ട് തലത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇപ്പോഴത്തെ മോദി ഗവൺമെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ്. അപ്പൊ അവർക്ക് ആഗോള തലത്തിൽ വലിയ സ്വാധീനമുണ്ട്. മോദിക്ക് വേൾഡ് വൈഡ് ഒരു ലോക നേതാവെന്ന പ്രതിച്ഛായയുണ്ട്. ഇന്ത്യ കഴിഞ്ഞ 10-12 വർഷമായിട്ട് തുടർച്ചയായി ഭരിക്കുന്നു, 3ാം തവണയും അധികാരത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം അത്യാവശ്യം കോൺഫിഡൻസ് കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ വമ്പൻ കമ്പനികൾ എപ്പോഴും ഏകാധിപത്യ രാജ്യങ്ങളെയോ രാജഭരണമുള്ള രാജ്യങ്ങളെയോ ഒക്കെ ചൂസ് ചെയ്യുന്നത് ഈ ഗവൺമെന്റുകൾ മാറുമ്പോൾ അവരുടെ പോളിസീസ് മാറും.
അപ്പോൾ ഒരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ എങ്ങാനും അടുത്ത് വേറൊരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ പോളിസി മാറുന്ന സമയത്ത് ഈ കമ്പനി വെട്ടിലായി പോകും. ഇപ്പോ ചൈനയിൽ നിന്ന് പോകുന്ന പല കമ്പനികളും ആദ്യം ചൂസ് ചെയ്തത് വിയറ്റ്നാമും തായ്ലൻഡും ഒക്കെയാണ്. തായ്ലൻഡിലെ രാജാവിന് ഇപ്പോഴും അധികാരങ്ങളുണ്ട്. ഇനി വിയറ്റ്നാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്, സിംഗിൾ പാർട്ടിയാണ്. അപ്പൊ അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും ആരും വന്ന് എതിർക്കാനില്ല എന്നതുകൊണ്ടാണ് ഈ കമ്പനികൾ പോകുന്നത്. പക്ഷെ അവിടെയൊക്കെയുള്ള ഒരു പ്രശ്നം, പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇന്ത്യയിലാണെങ്കിലും 145 കോടിയുണ്ട്. തായ്ലൻഡിലും വിയറ്റ്നാമിലും ഉള്ളതിനേക്കാൾ ശമ്പളം കുറഞ്ഞ ടാലന്റഡ് ആയിട്ടുള്ള തൊഴിലാളികൾ ഇന്ത്യയിൽ കിട്ടും. ഇവിടെ ജീവിത ചെലവ് വളരെ കുറവാണ് വിദേശ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. ശമ്പളവും കുറവാണ്, ജീവിത ചെലവും കുറവാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഇന്ത്യയെ സ്വയം ഒരു വിപണിയാണ്, മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. പിന്നെ ഗവൺമെന്റും കുഴപ്പമില്ലാത്തൊരു സ്ട്രോങ് ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അടുത്തൊരു 10-15 വർഷത്തേക്ക് കോൺഗ്രസും ഇന്ത്യ മുന്നണിയൊന്നും അധികാരത്തിൽ വരില്ല എന്നൊരു കോൺഫിഡൻസ് കമ്പനികൾക്ക് ഉണ്ടായാൽ തന്നെ അവരിവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അത് ഞാൻ BJPയോട് ഈ കമ്പനികൾക്കുള്ള ഇഷ്ടം കൊണ്ടാണെന്നല്ല പറഞ്ഞു വരുന്നത്. അതിപ്പം നാളെ കോൺഗ്രസ് ഭരിക്കുകയാണെന്ന് കരുതുക, തുടർച്ചയായിട്ട് അവർ ഭരിക്കുമെന്ന് തോന്നിയാൽ കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. കാരണം ഇല്ലെങ്കിൽ പുതിയൊരു സർക്കാർ വരുമ്പോൾ ഈ കമ്പനിക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള ഉറപ്പുകൾ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ കമ്പനി എന്ത് ചെയ്യും? ഇപ്പൊ ട്രംപുമായിട്ടുള്ള റിലേഷൻ കാരണം പല പ്രശ്നങ്ങളും നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും ബൈഡൻ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത പല തീരുമാനങ്ങളും ട്രംപ് വന്നപ്പോൾ എടുത്ത് വെളിയിൽ കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ജനാധിപത്യത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സമ്പന്നർക്കും വലിയ കമ്പനികൾക്കും എപ്പോഴും പേടിയാണ്. ഇപ്പൊ UAE പോയിട്ട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും, കാരണം രാജഭരണമാണ്. അച്ഛൻ കഴിഞ്ഞാൽ മോൻ, മോൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ, അങ്ങനെയാണല്ലോ അവിടെ ഭരണം. തുടർച്ചയായിട്ട് രാജഭരണമാണ്, ഒരു കുടുംബ വാഴ്ചയാണ്. സൗദിയിലും ആ പ്രശ്നമില്ല. പക്ഷേ ജനാധിപത്യ രാജ്യങ്ങളിൽ അങ്ങനെയല്ല, എപ്പോൾ വേണമെങ്കിലും ഭരണകൂടങ്ങൾ മാറി മറിയാം. അപ്പൊ ഈ ഒരു പ്രശ്നം ഇവിടെയൊക്കെ ഉണ്ട്. ചൈനയിൽ ഒരു കാലത്ത് കമ്പനികൾ വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തതും അവിടെ സിംഗിൾ പാർട്ടി ആയതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ അമേരിക്ക വലിയ ജനാധിപത്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്കും അറിയാം ജനാധിപത്യത്തിന്റെ കുഴപ്പങ്ങളെ കുറിച്ച്. അതുകൊണ്ടാണ് അവർ ചൈന തന്നെ തെരഞ്ഞെടുത്തത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പോ ചൈനയെ കൊണ്ട് കാര്യമായ ഗുണവുമില്ല. ഇനി അഥവാ ചൈന ഇനിയും വളരാൻ വിട്ടാൽ അമേരിക്കയുടെ മുകളിൽ പോകുന്ന ട്രംപ് കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പൊ ചൈനയെ തടയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ചൈനയുടെ എക്കണോമിയെ തകർക്കുക. അതിന് അമേരിക്കയ്ക്ക് സർവൈവ് ചെയ്യണമല്ലോ. ചൈനീസ് എക്കണോമിയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. കാരണം ചൈനയിൽ നിന്ന് വിലക്കുറവിൽ കിട്ടുന്നത് പോലെ പ്രോഡക്റ്റുകൾ അമേരിക്കൻ വിപണിയിൽ എത്തണം. അത് കിട്ടാതെ വന്നാൽ ജനങ്ങൾ ട്രംപിനും അല്ലെങ്കിൽ ഗവൺമെന്റിനും എതിരാവും. അപ്പൊ അതുകൊണ്ട് ട്രംപ് കണ്ടെത്തിയ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് ശക്തമായ വ്യാപാര ബന്ധം ഉണ്ടാക്കുക. അതിന് ഇന്ത്യയും US തമ്മിൽ ഒരു ട്രേഡ് ഡീല്, ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിലേക്ക് കാര്യങ്ങൾ എത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ US ഒരു പദ്ധതി ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നതാണ്. ഈ 2030 ആവുമ്പോൾ $500 ബില്യൺ ട്രേഡ് ഉള്ള രണ്ട് രാജ്യങ്ങളായിട്ട് മാറണം. അങ്ങോട്ടും ഇങ്ങോട്ടും $500 ബില്യൺ ട്രേഡ്. അതായത് ഏതാണ്ട് അടുത്തൊരു 3-4 വർഷത്തോളം ട്രംപാണ് ഭരിക്കുന്നത്. ട്രംപിന്റെ ഭരണ കാലയളവിൽ ഇന്ത്യയും US തമ്മിൽ ശക്തമായ വ്യാപാരം നടക്കണമെങ്കിൽ എന്ത് വേണം? വമ്പൻ ഇൻവെസ്റ്റ്മെന്റ് US നിന്ന് ഇന്ത്യയിലേക്ക് വരിക കൂടി വേണം. അപ്പൊ അത് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. മാത്രമല്ല ഇന്ന് ചൈനയും US തമ്മിൽ ഏതാണ്ട് $500-600 ബില്യൺ ട്രേഡാണുള്ളത്. അപ്പൊ US ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ചൈനയെ റീപ്ലേസ് ചെയ്തിട്ട് ഇന്ത്യ അവിടെ വന്നോട്ടെ എന്ന്. കാരണം ഇനി ചൈന വളരുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. എന്നാൽ ഇന്ത്യ അടുത്തൊരു 10-20 വർഷം കൊണ്ട് ചൈനയുടെ അത്രയും പവർഫുള്ളായി വന്നാൽ അമേരിക്കയ്ക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം ഈ 20 വർഷം കൊണ്ട് അമേരിക്ക വീണ്ടും കൂടുതൽ ശക്തമായിട്ട് മാറുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. പക്ഷേ ഏതാണ്ട് അമേരിക്കയുടെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന ചൈനയെ ഇനിയും വളരാൻ അനുവദിക്കുകയാണെങ്കിൽ US മറികടന്ന് ചൈന വലിയ ശക്തിയായിട്ട് മാറുമെന്നും അമേരിക്ക കണക്കുകൂട്ടുകയാണ്. അവിടെയാണ് ഇന്ത്യയുടെ സാധ്യതകൾ. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന തത്വം തന്നെയാണ് ഇവിടെ. അമേരിക്കയും ആഗ്രഹിക്കുന്നത് ചൈനയുടെ തകർച്ചയാണ്, തത്വത്തിൽ ഇന്ത്യയും ആഗ്രഹിക്കുന്നത് ചൈനയുടെ തകർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും US തമ്മിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവേണ്ടേ ഇതിൻ്റെയൊക്കെ പുറകിൽ ഉണ്ടാകുമായിരിക്കും അല്ലേ? പക്ഷെ അതെല്ലാം തന്നെ ക്ലോസ്ഡ് ഡോർ ഡിസ്കഷൻസ് ആയിരിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ NFOയുടെ കാര്യം മറക്കേണ്ട. ഈ മാസം 20-ാം തീയതി വരെ മാത്രമേ നമുക്കതിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.